ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. SCERT 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് 1 പാഠപുസ്തകത്തിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന അധ്യായത്തിൻ്റെ റിവിഷൻ ഇവിടെ തുടങ്ങുകയാണ്. MCQ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള റിവിഷൻ ക്ലാസ്സാണിത്. ഏവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറക്കില്ലല്ലോ അല്ലേ? ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് എങ്ങനെയാണ്? ഓപ്ഷൻ എ സൈനിക ശക്തിയിലൂടെ, ഓപ്ഷൻ ബി നയതന്ത്രത്തിലൂടെ, ഓപ്ഷൻ സി ഇവ രണ്ടിലൂടെയും, ഓപ്ഷൻ ഡി ഇങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഇവ രണ്ടിലൂടെയും, സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയും. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിനുള്ളിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ നമുക്ക് ഇത്രയും കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന്. അതെ, ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർക്ക് പുറമെ യൂറോപ്യൻ ശക്തികളാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ രാഷ്ട്രീയ അധികാരമൊക്കെ നേടുന്ന സമയത്ത് യൂറോപ്യൻ ശക്തികൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, അവരുടെ കൈവശം പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പരമാവധി വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭൂനികുതി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി. 3 ഭൂനികുതി സമ്പ്രദായങ്ങളാണ് അവർ ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് നടപ്പിലാക്കിയത്. ഒന്നാമത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. രണ്ടാമതാണ് റൈറ്റ് വാരി സിസ്റ്റം. മൂന്നാമത്തതാണ് മഹൽ വാരി സിസ്റ്റം. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ എന്ന പേരിൽ ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഇവിടെ ചോദ്യം, മഹൽവാരി സമ്പ്രദായം നിലനിന്നിരുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറലായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കുന്നത്. ഈ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ ഒരു വ്യക്തിക്ക്, ഒരു സെമീന്ദാർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രദേശത്തിൻ്റെ അധികാരം നൽകുകയും ആ പ്രദേശത്തെ നികുതി മുഴുവൻ അയാളോട് പിരിച്ചെടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ പിരിച്ചെടുക്കുന്ന നികുതിയുടെ 1/11 ഭാഗം ജമീന്ദാർമാർക്കുള്ളതാണ്. ഇവിടെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ എ സവിശേഷതയാണ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. വിളവിൻ്റെ 60% വരെ നികുതിയായി നൽകണമായിരുന്നു. അതും ശരിയാണ്. കർഷകർ തങ്ങളുടെ വിളവിൻ്റെ 60% വരെ ഈ സെമീന്ദാർമാർക്ക് നികുതിയായി കൊടുത്തിരുന്നു. പ്രകൃതി ദുരന്തങ്ങളോ മറ്റെന്തെങ്കിലും കാരണത്താലോ വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡിക്ക് എന്താ പ്രശ്നം? നികുതി ഉൽപ്പന്നങ്ങളായി നൽകാമായിരുന്നു. അത് തന്നെയാണ് അതിലെ പ്രശ്നവും. ഉൽപ്പന്നങ്ങളായി, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു പാർട്ട് എടുത്ത് നികുതിയായിട്ട് കൊടുക്കാൻ പറ്റൂലായിരുന്നു. ക്യാഷ് ആയിട്ട് തന്നെ, പൈസ ആയിട്ട് തന്നെ നികുതി കൊടുക്കണമായിരുന്നു. അടുത്ത ചോദ്യം, ശാശ്വത നികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ എ കോൺവാലിസും കൂടെയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കോൺവാലിസ് കറുപ്പിച്ച് വയ്ക്കും. എന്നാൽ അത് തെറ്റാണ്. കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിൽ നടപ്പിലാക്കിയത്. അതിന് അദ്ദേഹത്തിനെ സഹായിച്ചത് ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സഹായിച്ച ഉദ്യോഗസ്ഥൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അത് ഓപ്ഷൻ ഡി ആണ്, ജോൺ ഷോർ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ ഷോർ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 3 നികുതി വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടു.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റായട്ട്വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സെമീന്ദാറാണ് നികുതി പിരിച്ചിരുന്നത്. റായട്ട്വാരി വ്യവസ്ഥ, റായറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ, ഫാർമർ എന്നാണ് അർത്ഥം. കർഷകൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്നു. ഇനി മഹൽവാരി സിസ്റ്റത്തിൽ ഒരു വില്ലേജിന് മൊത്തം ഒരു വില്ലേജ് ഹെഡ് ഉണ്ടാവും. ഈ വില്ലേജ് ഹെഡ് നികുതി പിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയാമോ? റായട്ട്വാരി വ്യവസ്ഥയിൽ കർഷകനിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചു, സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ രണ്ടും ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കർഷകർ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുവാൻ ആരംഭിച്ചു. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള വിളകളായിരുന്നു ഈ നാണ്യവിളകൾ. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു നാണ്യവിള എന്ന് പറയുന്നത് നീലമായിരുന്നു, ഇൻഡിഗോ ആയിരുന്നു. ബ്രിട്ടീഷ് തുണി വ്യവസായത്തിൽ തുണികൾക്ക് ചായം കൊടുക്കുവാൻ ഈ ഇൻഡിഗോ അല്ലെങ്കിൽ നീലം ഉപയോഗിച്ചിരുന്നു. ഇവിടെ ചോദ്യം ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, വാണിജ്യവൽക്കരണം, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ബ്രിട്ടീഷുകാർ വൻ തുക അഡ്വാൻസായി നൽകി കർഷകരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ച് അഡ്വാൻസായി ലഭിക്കുന്ന ഈ പണം എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷ്യവിളകളൊക്കെ വിട്ടയച്ച് അവർ നാണ്യവിളയായ നീലം കൃഷി ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ വിളവെടുപ്പ് കാലത്ത് ബ്രിട്ടീഷ് ഏജൻറ്റുമാർ വളരെ കുറഞ്ഞ പൈസ മാത്രം നൽകി ഇവരെ പറ്റിച്ചു. തങ്ങളുടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ ഇതോടുകൂടി പരിതാപകരമായി. അവർ നീലം മാത്രം കൃഷി ചെയ്തു, എന്നാൽ നീലത്തിനിട്ട് വില കിട്ടുന്നതുമില്ല. ഇനി 8ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനായ D.G. ടെണ്ടുൽക്കറാണ്. ഓപ്ഷൻ എ. 1859 ബംഗാളിലെ നീലം കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് വില കുറച്ച് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. ആ സമയമായപ്പോഴത്തേക്കും ഒരുപാട് കൃത്രിമ ചായങ്ങളൊക്കെ വരികയും നീലം എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ ഡിമാൻഡ് കുറയുകയും ചെയ്തു. അങ്ങനെ ഡിമാൻഡും ഇല്ലാതായി മാറി. അപ്പോൾ ഇതിൽ ഉത്തരം ഏതായിരിക്കാം? ഓപ്ഷൻ സി, ഇവ രണ്ടും. ബ്രിട്ടീഷ് അധിനിവേശത്തിലുണ്ടായിരുന്ന മലബാറിലും കർഷക കലാപങ്ങൾ നടന്നു. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് മലബാറിൽ കലാപം നടന്നത്. ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് 19ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. അതാണ് ഇവിടുത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി. മലബാർ കലാപത്തിന് കാരണമായി വില്യൻ ലോഗൻ കമ്മീഷൻ കണ്ടെത്തിയത് എന്ത് എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബാക്കി അടുത്ത വീഡിയോയിൽ തുടരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.